അപ്പോൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസ് ആണ്. അപ്പോൾ ഒരു 2.5 ഗ്ലാസ് ബാസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊരു 3-4 വട്ടം കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. പിന്നീട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെക്കണം നമ്മൾ. എന്നിട്ട് വേണം നമുക്ക് കുക്കറിൽ ഇതിട്ട് പുലാവ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അരി കുതിർന്ന് റെഡി ആവണ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ്, 4 ബീൻസ്, കുറച്ച് ഗ്രീൻ പീസ്, ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, ഇത്ര ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം, അതുപോലെ പനീർ ചേർക്കാം, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം നമുക്ക്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി വെക്കാം. അപ്പം അതിനായിട്ട് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മാത്രം പുതിനയിലയും മല്ലിയിലയും, അതായത് ഒരു 1/4 പിടിയേക്കാളും കുറവ്, അത്രയും മതിയാവും. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ചേർക്കാം, കാരണം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുട്ടിക്കും കൂടി കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം ഞാൻ എടുത്തത്. എന്നിട്ട് പയ്യെ ഒന്ന് നമുക്കിങ്ങനെ ചതച്ച് റെഡിയാക്കി വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പുലാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഈ വെജിറ്റബിൾ ഓയിലിന് പകരമായിട്ട് ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല ഐറ്റംസ് ഉണ്ടല്ലോ, ഹോൾ സ്പൈസസ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബേ ലീവ്സ്, അതുപോലെ തന്നെ ഒരു 3 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു 2-3 പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ഗ്രാമ്പു, ഒരു 4 ഗ്രാമ്പു, 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്ക് സവാള അരിഞ്ഞു വെച്ചേക്കണത് ചേർത്ത് കൊടുക്കാം. ഒരു 4 മിനിറ്റ് സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ മസാല കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതും പറഞ്ഞ പോലെ കുറച്ചു നേരം ഒന്ന് വഴറ്റിയിട്ട് ഇതിന്റെ പച്ചമണമൊക്കെ മാറണ സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചേക്കണത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 4 മിനിറ്റ് ഒക്കെ വഴറ്റിയാൽ മതിയാവും, കാരണം കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് വെജിറ്റബിൾസ് ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെള്ളം ഊറ്റി കളഞ്ഞു വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അതും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ബാസ്മതി റൈസിന് സാധാരണ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു 1/4 ഗ്ലാസ് കുറവാണ്. അതായത് 2.5 ഗ്ലാസ് അരിക്ക് ഒരു 4.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത് ഇവിടെ. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇച്ചിരി മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് ഒരു വളരെ കുറച്ച് മാത്രം, അധികമാവാണ്ട് നോക്കണം. കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേട്ടാൽ മതി. കാരണം കുക്കറിൽ വെക്കുന്നത് കൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ കേൾക്കാൻ വെക്കാം. പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കണ സമയത്ത് കണ്ടല്ലോ നമ്മുടെ പുലാവ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്. അതുമാത്രമല്ല നമുക്ക് രാവിലെ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. കാരണം 1 പോട്ട് മീൽ ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് വെജിറ്റബിൾസും അതുപോലെ റൈസും റെഡി ആവുന്നതാണ്. അപ്പോൾ ഞാൻ ആറിയതിന് ശേഷം അവൻ്റെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഓണിയനും കുക്കുംബറും കൂടി റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ കാടമുട്ട പുഴുങ്ങിയതും ഞാൻ കൊടുത്തു വിടാറുണ്ട്. രാവിലെ സമയം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. പോരാത്തതിന് അത് നല്ല ഹെൽത്തിയുമാണ്. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ചോയ്സിനനുസരിച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നോൺ വെജ് കറികളുടെ കൂടെയും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറി, മട്ടൻ കറി ഒക്കെ പോലത്തെ കറികളുടെ കൂടെ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.